Question വായിക്കാം. A cantilever 1.5 meter long is loaded with a uniformly distributed load of 2 kN per meter run over a length of 1.25 meter from free end. It also carries a point load of 3 kN at a distance of 0.25 meter from the free end. Draw the shear force and bending moment diagram. ഇത് എന്ത് ടൈപ്പ് ബീമാണെന്ന് മനസ്സിലായി? കാന്റിലിവർ ബീമാണെന്ന് മനസ്സിലായി. ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഡയഗ്രാം വരയ്ക്കാം. ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? കാന്റിലിവർ ബീമിൻ്റെ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഫിക്സ്ഡ് എൻഡ് വരയ്ക്കുക. വരച്ചതിന് ശേഷം നമുക്ക് ഫ്രീ എൻഡ് വരയ്ക്കുക. ഇങ്ങനെയാണ് കാന്റിലിവർ ബീം ഇരിക്കുന്നത് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റിൽ പറയുന്നുണ്ട് കാന്റിലിവർ ബീമിൻ്റെ ടോട്ടൽ ലെങ്ത് പറയുന്നുണ്ട് 1.5 മീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഈസ് ലോഡഡ് വിത്ത് എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഓഫ് 2 kN per meter run ഓവർ എ ലെങ്ത് ഓഫ് 1.25 മീറ്റർ ഫ്രം ദ ഫ്രീ എൻഡ്. അപ്പോൾ ഇതെങ്ങനെയാണ് പറയുന്നത്? യു ഡി എൽ ഉണ്ട്. യു ഡി എല്ലിൻ്റെ ഇൻറ്റൻസിറ്റി 2 ആണ്. അത് എത്ര ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത്? 1.25 മീറ്റർ ഫ്രം ഫ്രീ എൻഡ്. അതായത് ഫ്രീ എൻഡിൽ നിന്നും 1.25 മീറ്റർ വരെ ഉള്ളൂ. അപ്പം ഈ കാന്റിലിവർ ടോട്ടൽ എത്രയാണ്? 1.5 ആണ്. ഇത് 1.25 വരെയാണുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ വരെ നമ്മുടെ യു ഡി എൽ വരയ്ക്കാം. യു ഡി എല്ലിൻ്റെ ഇൻറ്റൻസിറ്റി 2 kN per meter ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി അടുത്ത് വായിക്കുക. ഇറ്റ് ഓൾസോ ക്യാരീസ് എ പോയിൻ്റ് ലോഡ് ഓഫ് 3 kN. ഒരു പോയിൻ്റ് ലോഡുണ്ട് 3 kN. എത്ര ഡിസ്റ്റൻസിലാണ്? 0.25 ഫ്രം ഫ്രീ എൻഡ്. നമ്മുടെ ഫ്രീ എൻഡിൽ നിന്നും 0.25 മാറിയിട്ട് ഒരു 3 kN ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുക്കുക. ഇവിടെ ഞാൻ ഈ ഒരു പോയിൻറ്റിലേക്ക് മാർക്ക് ചെയ്യുകയാണ് 3 kN. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 0.25 ആണല്ലേ? അപ്പോൾ നോക്കിയേ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാം. എങ്ങനെയാണ് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യേണ്ടത്? ഇവിടേക്കാണ് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യേണ്ടത്. എൻഡ്സിൽ മാർക്ക് ചെയ്യുക. ഈ എൻഡിൽ എ എന്ന് കൊടുക്കുന്നു ഞാൻ, ഈ എൻഡിൽ ബി എന്ന് കൊടുക്കുന്നു. ഇനി എവിടെയാണ്? എവിടെയെങ്കിലും ലോഡ് ഉണ്ടെങ്കിൽ അല്ലേ? ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു പോയിന്റിൽ കൊടുക്കുകയാണ്. ഇനി എവിടെയെങ്കിലും കൊടുക്കണോ? ഇനി ഇവിടെ കൊടുക്കണം അല്ലേ? ഇവിടെ ലോഡ് വേരി ചെയ്യുന്നുണ്ട് അല്ലേ? ഇവിടെ കഴിഞ്ഞ് ഇങ്ങോട്ട് ലോഡില്ല. അപ്പോൾ ഇവിടെ നമ്മളൊരു പോയിൻ്റ് മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ എൻഡ്സിൽ കൊടുക്കുക. 2 എൻഡിലും കൊടുത്തു. പിന്നെ എവിടെയെങ്കിലും ലോഡ് വരുന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കുക. എവിടെയെങ്കിലും ലോഡിൻ്റെ വേരിയേഷൻ വരുന്നുണ്ടെങ്കിൽ അവിടെയും കൊടുക്കുക. എല്ലാം മാർക്ക് ചെയ്തു. ഇനി ഈ ഡിസ്റ്റൻസ് എത്രയാണ്? എ ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്ര വരും? ടോട്ടൽ നമുക്കറിയാം 1.5 ആണ്. ഇത്രയും 1.25 ആണ്. അപ്പോൾ എ ഡി എന്ന് പറയുന്നത് 0.25 ആയിരിക്കും. അപ്പോൾ ഡി സി എത്ര ആയിരിക്കും? 1 ആയിരിക്കും അല്ലേ? നമുക്ക് ഷിയർ ഫോഴ്സ് വരയ്ക്കാം. ഷിയർ ഫോഴ്സ് വരയ്ക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് നമുക്ക് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുക? ഫസ്റ്റ് ഏത് പോയിന്റിലാണ്? ബി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. ബി എന്ന് പറയുന്ന പോയിന്റിൻ്റെ ജസ്റ്റ് ലെഫ്റ്റിലേക്ക് നമുക്കൊരു സെക്ഷൻ കൺസിഡർ ചെയ്യാം. എന്നിട്ട് നമ്മൾ റൈറ്റിലേക്ക് നോക്കുന്നു. അപ്പോൾ അവിടെ എന്തെങ്കിലും ഫോഴ്സ് ഉണ്ടോ? ഇല്ല, ഇവിടെ ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഷിയർ ഫോഴ്സ് അറ്റ് ബി എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. ഇനി അടുത്ത് നമുക്ക് സി എന്ന് പറയുന്ന പോയിൻ്റാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ പ്രത്യേകത? കഴിഞ്ഞ പ്രോബ്ലംസ് ഒക്കെ കണ്ടവർക്ക് മനസ്സിലാവും. സി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു പോയിൻ്റ് ലോഡാണ് അല്ലേ? പോയിൻ്റ് ലോഡ് വരുമ്പോൾ ഉറപ്പായിട്ട് അവിടെ ഒരു സഡൻ ഷിഫ്റ്റ് ഉണ്ടാകും ഷിയർ ഫോഴ്സിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ സി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ റൈറ്റ് സൈഡിലേക്ക്, ജസ്റ്റ് റൈറ്റ് സൈഡിലേക്ക് ഞാനിവിടെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തു. എന്നിട്ട് ഞാൻ റൈറ്റിലേക്ക് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എഴുതാം ഷിയർ ഫോഴ്സ് അറ്റ് സി റൈറ്റ്. അതായത് റൈറ്റിലാണ് ഞാൻ സെക്ഷൻ കൺസിഡർ ചെയ്തത്. സി എന്ന് പറയുന്ന പോയിന്റിലെ ഷിയർ ഫോഴ്സ് റൈറ്റിലാണ് ഞാൻ സെക്ഷൻ കൺസിഡർ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താണ്ട് ഈ സെക്ഷൻ്റെ റൈറ്റിലേക്ക് നോക്കുകയാണ്. ആ സെക്ഷൻ്റെ റൈറ്റിലേക്ക് നോക്കുമ്പോൾ ഏത് ഫോഴ്സ് മാത്രമേ ഉള്ളൂ? അവിടെ യു ഡി എൽ മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ അല്ലേ? ഈ സെക്ഷൻ്റെ റൈറ്റിൽ യു ഡി എൽ മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. എന്താണ് ഷിയർ ഫോഴ്സ്? എന്തായിരുന്നു? സെക്ഷൻ്റെ റൈറ്റിലോ സെക്ഷൻ്റെ ലെഫ്റ്റിലോ ഉള്ള വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ സമ്മിനെയാണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ്റെ റൈറ്റിൽ യു ഡി എൽ മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? യു ഡി എല്ലിനെ പോയിൻ്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ് യു ഡി എല്ലിനെ പോയിൻ്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? തന്നിരിക്കുന്ന ലോഡ് ഇൻറ്റൻസിറ്റി ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ 2 ആണ് നമ്മുടെ ലോഡ് ഇൻറ്റൻസിറ്റി അല്ലേ? അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 0.25 ആണ്. നമ്മൾ ഈ സെക്ഷൻ്റെ റൈറ്റിലോട്ടാണ് നോക്കുന്നത് അല്ലേ? അപ്പം 2 × 0.25 ആണ് എന്തെന്ന് പറയുന്നത് അവിടുത്തെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. സൈൻ കൺവെൻഷൻ എങ്ങനെയായിരുന്നു? സെക്ഷൻ്റെ
ലെഫ്റ്റിൽ അപ്വേർഡും സെക്ഷൻ്റെ റൈറ്റിൽ ഡൗൺവേർഡും ആണെങ്കിൽ പോസിറ്റീവാണ്. അതുപോലെ തന്നെ സെക്ഷൻ്റെ ലെഫ്റ്റിൽ ഡൗൺവേർഡും സെക്ഷൻ്റെ റൈറ്റിൽ അപ്വേർഡും ആണെങ്കിൽ നെഗറ്റീവുമാണ്. ഇവിടെ നോക്കിയേ, സെക്ഷൻ്റെ റൈറ്റിൽ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ യു ഡി എൽ ഡൗൺവേർഡാണ് അല്ലേ, താഴോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് പോസിറ്റീവാണ് അല്ലേ. അപ്പോൾ നമുക്കിത് പോസിറ്റീവായിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 0.5 കിലോ ന്യൂട്ടൺ ആയിരിക്കും പ്ലസ്. ഇനിയും അടുത്തത് എന്താണ്, നമ്മളിവിടെ സി എന്ന് പറയുന്ന പോയിൻറ്റിന് റൈറ്റിൽ നമ്മൾ സെക്ഷൻ കൺസിഡർ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, സി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ ലെഫ്റ്റിൽ നമുക്കൊരു സെക്ഷൻ കൺസിഡർ ചെയ്യാം. എന്നിട്ട് ഞാൻ റൈറ്റിലേക്ക് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ നോക്കിയാൽ നമുക്ക് ഇവിടെ എഴുതാം ഷിയർ ഫോഴ്സ് അറ്റ് സി, പിന്നെ ലെഫ്റ്റ് എന്ന് എഴുതുകയാണ്. എന്തുകൊണ്ടാണ് ലെഫ്റ്റ് എന്ന് എഴുതിയത്, സിയുടെ ജസ്റ്റ് ലെഫ്റ്റിലാണ് ഞാൻ സെക്ഷൻ കൺസിഡർ ചെയ്തത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, റൈറ്റിലേക്ക് നോക്കുകയാണ്. ഈ സെക്ഷനെ വെച്ചിട്ട് ഞാൻ റൈറ്റിലേക്ക് നോക്കുകയാണ്. ഇവിടെ ഏതൊക്കെ ഫോഴ്സ് ഉണ്ട്, 3 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു ഫോഴ്സും ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ യു ഡി എല്ലും ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 2 ഫോഴ്സും ഡൗൺവേർഡാണ്, സെക്ഷൻ്റെ റൈറ്റാണ്, അപ്പോൾ പോസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ 3 എടുക്കുകയാണ്, +3 ആണ്, പിന്നെ പ്ലസ് യു ഡി എൽ അല്ലേ. യു ഡി എൽ എങ്ങനെയാണ്, യു ഡി എല്ലിനെ പോയിൻറ്റുകളായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റൻസിറ്റി ഓഫ് ലോഡിങ് ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ്, അതായത് 2 × 0.25. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 3 + 3.5 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ നോക്കി, സി എന്ന് പറയുന്ന പോയിന്റിൽ തന്നെ നമുക്ക് 2 ഫോഴ്സ് കിട്ടി അല്ലേ. അതെന്തുകൊണ്ടാണ്, സിയിലൊരു പോയിന്റ് ലോഡ് വന്നല്ലേ, അപ്പോൾ ഒരു സഡൻ ഷിഫ്റ്റ് ഉണ്ടാകും, അതുകൊണ്ടാണ് അതങ്ങനെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് ഡി എന്ന് പറയുന്ന പോയിന്റിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ഡി. അപ്പോൾ ഡിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ലെഫ്റ്റിലും റൈറ്റിലും എടുത്ത് നോക്കാം എന്താണ് വരുന്നതെന്ന്. അവിടെ പോയിന്റ് ലോഡൊന്നും ഇല്ല, അവിടെ വേറെ ലോഡൊന്നും ഇല്ല, യു ഡി എല്ലിൻ്റെ ഒരു എഫക്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഡി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ റൈറ്റിലേക്ക്, ജസ്റ്റ് റൈറ്റിലേക്ക് ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തിട്ട് റൈറ്റിലേക്ക് നോക്കുന്നു. അപ്പോൾ ഞാനിവിടെ എഴുതുകയാണ് ഷിയർ ഫോഴ്സ് അറ്റ് ഡി റൈറ്റ് എന്ന് എഴുതുകയാണ്. നോക്കിയേ, ഈ സെക്ഷൻ്റെ റൈറ്റിലേക്ക് നോക്കുമ്പോൾ എന്തൊക്കെ ഫോഴ്സസാണ് ഇവിടെ ഉള്ളത്, ഇവിടെ നിന്ന് നോക്കിക്കോളൂ. ഈ സെക്ഷൻ്റെ റൈറ്റിലേക്ക് നോക്കുമ്പോൾ എന്തൊക്കെയാണുള്ളത്, 3 കിലോ ന്യൂട്ടനുണ്ട്, ഈ ഒരു യു ഡി എല്ലുണ്ട് അല്ലേ. അപ്പോൾ രണ്ടും ഡൗൺവേർഡാണ്, സെക്ഷൻ്റെ റൈറ്റാണ്, അപ്പോൾ പോസിറ്റീവായിരിക്കും. ഫസ്റ്റ് നമുക്ക് 3യുടെ കാര്യം എഴുതാം, പ്ലസ് പിന്നെ എന്താണ് യു ഡി എൽ അല്ലേ. ഈ യു ഡി എൽ ഫുൾ യു ഡി എല്ലുണ്ട്, ഡിയുടെ റൈറ്റാണ്, ഫുൾ യു ഡി എല്ലുണ്ട്. അപ്പോൾ യു ഡി എല്ലിനെ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്, ഇൻറ്റൻസിറ്റി ഓഫ് ലോഡിങ് ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ്. ഇപ്പോൾ ഈ 2 എന്ന് പറയുന്ന ഈ ലോഡ് എത്ര ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത്, ബി ഡിയിലാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ, ഡി ബിയിലാണ് ആക്ട് ചെയ്യുന്നത്. ഡി ബി എന്ന് പറയുന്നത് എത്രയാണ്, ടോട്ടൽ 1.25 ആണ്. അപ്പോൾ നമുക്ക് എഴുതാം 1.25 എന്ന് എഴുതുന്നു. ഇനി ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 5.5 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിയുടെ ലെഫ്റ്റിലേക്ക് ഒരു സെക്ഷൻ എടുക്കാം. ഇത് ഡി ആണ്, ഡിയുടെ ജസ്റ്റ് ലെഫ്റ്റിലേക്ക് ഒരു സെക്ഷൻ എടുത്തു, റൈറ്റിലേക്ക് നോക്കുകയാണ്. ഓക്കെ, നമുക്കിങ്ങനെ എഴുതാം ഷിയർ ഫോഴ്സ് അറ്റ് ഡി ലെഫ്റ്റ് അല്ലേ, ലെഫ്റ്റിലാണ് നമ്മൾ സെക്ഷൻ എടുത്തത്. ലെഫ്റ്റ് സെക്ഷൻ എടുത്താലും ഇവിടെ എന്തൊക്കെ ഫോഴ്സ് ആണുള്ളത്, ഇവിടെ നിന്ന് റൈറ്റിലേക്ക് നോക്കാം നമുക്ക്. എന്തൊക്കെ ഫോഴ്സ് ഉണ്ട്, 3 ഉണ്ട്, ഈ യു ഡിയിലും ഉണ്ട്. സെയിം ഇത് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്, അതായത് 5.5 കിലോ ന്യൂട്ടൺ ആയിരിക്കും. ഓക്കെ, ഇതിങ്ങനെ സെയിം ആയിട്ട് വരുന്നത് എന്തുകൊണ്ടാണ്, ഇവിടെ വേറെ ഫോഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. ഇവിടെ നമുക്ക് ഒരു പോയിന്റ് ലോഡ് വന്നു, അപ്പോൾ പോയിന്റ് ലോഡ് വരുമ്പോൾ ഒരു സഡൻ ഷിഫ്റ്റ് അവിടെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിയിൽ കൺസിഡർ ചെയ്തു. ഇനി നമുക്ക് എയിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഷിയർ ഫോഴ്സ് അറ്റ് എ എങ്ങനെയാണ് എഴുതാൻ പറ്റുക, ഷിയർ ഫോഴ്സ് നമുക്ക് എ എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ ഈ ലെഫ്റ്റിലേക്ക് ഞാനങ്ങ് സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ റൈറ്റിലേക്ക് നോക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ ഫോഴ്സസാണ് ഇവിടെ ഉള്ളത്, ഇവിടെ നിന്ന് തന്നെ നോക്കാം. നോക്കിയേ, ഇവിടെ നിന്ന് റൈറ്റിലേക്ക് നോക്കുക, 3 ഉണ്ട്, പിന്നെ ഒരു യു ഡി എല്ലുണ്ട് അല്ലേ. അപ്പോൾ രണ്ടും സെക്ഷൻ്റെ റൈറ്റാണ്, അതുപോലെ തന്നെ ഡൗൺവേർഡുമാണ്. ഡൗൺവേർഡ് ആണെങ്കിൽ പോസിറ്റീവായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഫസ്റ്റ് ഞാൻ 3 എഴുതുന്നു, പിന്നെ ലോഡ് എഴുതണം അല്ലേ. അപ്പോൾ ലോഡ് എങ്ങനെയാണ്, ഈ യു ഡി എല്ലിനെ കൺവേർട്ട് ചെയ്യുക, 2 ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ്, അതായത് 2 × 1.25, അതായത് 5.5 കിലോ ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഷിയർ ഫോഴ്സസിനെ എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കിതിനെ ഓരോ പോയിൻറ്റ്സിനെയും താഴോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിടുക. ഫസ്റ്റ് നമുക്കിവിടെ എന്ത് ലൈൻ വരയ്ക്കണം, ഇതിൻ്റെ ബേസ് ലൈൻ വരയ്ക്കുക. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ ബേസ് ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്.
ഇനിയും ഓരോ പോയിൻ്റായിട്ട് മാർക്ക് ചെയ്തിടാം. ബി എന്ന് പറയുന്ന പോയിന്റിൽ ഷിയർ ഫോഴ്സ് 0 ആണ്. സിയിൽ 2 എണ്ണം ഉണ്ട് അല്ലേ, 0.5 ഉണ്ട്, 3.5 ഉണ്ട്. അപ്പോൾ ഞാനിവിടെ 0.5 കൊടുക്കുകയാണ്. ഇവിടെ വന്നിട്ട് 3.5 എന്നും കൊടുക്കുകയാണ്. അടുത്തത് ഡിയിൽ എങ്ങനെയാണ്, 5.5 ആണ് അല്ലേ. അതായത് ഈ പോയിന്റിൽ നമുക്ക് ഇട്ടിരിക്കുന്നത് 5.5 ആണ്, അത് ഞാൻ മാർക്ക് ചെയ്തു. എയിലും 5.5 ആണ്. അപ്പോൾ ഈ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടു. ഇനി നമുക്ക് ജോയിൻ ചെയ്യണം. എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്? നോക്കി, സിയിലും ബിക്കും ഇടയ്ക്ക് UDL ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുക. ഇൻക്ലൈൻഡ് ലൈൻ ആയിരിക്കും. ഓക്കെ, ഇനി നോക്കി, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഒരു വെർട്ടിക്കൽ ലോഡ്, ഒരു പോയിൻ്റ് ലോഡ് വന്നതുകൊണ്ട് ഒരു സഡൻ ഷിഫ്റ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ 0.5ഉം 3.5ഉം കൂടെ ജോയിൻ ചെയ്യുക. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ഇവിടെ UDL ആണ് അല്ലേ. UDL ആകുമ്പോൾ എന്താണ്, ഒരു ഇൻക്ലൈൻഡ് ലൈൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ പോയിൻറ്റും ഈ പോയിൻറ്റൂടെ ചേർത്തിട്ട് ഒരു ഇൻക്ലൈൻഡ് ലൈൻ വരയ്ക്കുക. പിന്നെ ഈ എയ്ക്കും ഡിക്കും ഇടയ്ക്ക് ലോഡൊന്നും ഇല്ല, അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങോട്ട് വരും. അങ്ങനെ നമുക്ക് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്തല്ലേ. പ്ലസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരച്ചു. ഇനി നമുക്ക് അടുത്തത് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കണം. ഓക്കെ, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ ഫസ്റ്റ് ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കുക. ഓരോ പോയിന്റിലെ ബെൻഡിങ് മൊമെൻറ്റ് നോക്കാം. ബി എന്ന് പറയുന്ന പോയിന്റ് എടുക്കുന്നു. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ബി എത്ര ആയിരിക്കും? 0 ആയിരിക്കും. എപ്പോഴും 0 ആയിരിക്കും. അടുത്തത് സി എന്ന് പോയിന്റ് എടുക്കുക. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി എങ്ങനെയാണ് നോക്കി. ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? അതായത് മൊമെൻറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് മൊമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സി എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ റൈറ്റിലേക്ക് നോക്കുക. അവിടെ ഏതൊക്കെ ഫോഴ്സസ് ഉണ്ട്? 3 കിലോ ന്യൂട്ടൺ വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ട്, ഈ ഒരു UDL ഉണ്ട് അല്ലേ. അപ്പോൾ നോക്കിക്കേ, 3 കിലോ ന്യൂട്ടൺ കാരണം ഇവിടെ മൊമെൻറ്റ് ഉണ്ടാകുമോ? സി എന്ന് പറയുന്ന പോയിൻ്റ് അബൌട്ടായിട്ടാണ് നമ്മൾ മൊമെൻറ്റ് എടുക്കുന്നത്. അവിടെ മൊമെൻറ്റ് ഉണ്ടാകത്തില്ല. കാര്യം 3യുടെ ലൈൻ ഓഫ് ആക്ഷൻ പാസ് ചെയ്യുന്നത് സിയിൽ കൂടി തന്നെയാണ്. അപ്പോൾ അവിടെ മൊമെൻറ്റ് ഉണ്ടാകത്തില്ല. കാര്യം എന്താണ്? ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സ് ഉണ്ട് 3, പക്ഷേ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കാനുണ്ടോ? ഇല്ല. കാര്യം അതിൽ കൂടി തന്നെയാണ് പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ 3 കാരണമില്ല. പിന്നെ ഏത് ഫോഴ്സാണ് ഇവിടെ ഉള്ളത്? 2 മാത്രമല്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 2നെ കൺവേർട്ട് ചെയ്തിട്ട് പോയിൻറ്റിലോട്ട് ആക്കുക. എങ്ങനെയാണ്? 2 ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 0.25 ആണ്. ഇനിയും അടുത്തത് മൊമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസ് ആണ്. ഇപ്പോൾ നമ്മൾ ഫോഴ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അല്ലേ. അടുത്തത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എങ്ങനെയാണ്? അതായത് നമ്മൾ ഈ കൺവേർട്ട് ചെയ്യുന്ന പോയിൻറ്റിലോട് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? അതിൻ്റെ സെൻറ്ററിലായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് അല്ലേ. അത് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടൊന്ന് വരച്ച് കാണിക്കാം. ആ CB മാത്രം ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ ആ പോയിൻറ്റിലോട്. ഇത് CB, ഇത് നമ്മുടെ 2 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്, 0.25 ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേനും എങ്ങനെയാണ്? പോയിൻ്റ് ലോഡായിട്ട് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യുക അല്ലേ. അതായത് 2 ഇൻറ്റു 0.25 ആയിരിക്കും ഇതെന്ന് പറയുന്നത്. ഇനിയും അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ മിഡിലായിട്ടായിരിക്കും. അതായത് ഇതെന്ന് പറയുന്നത് 0.25 ഡിവൈഡ് ബൈ 2 ആയിരിക്കും. ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.25 ഡിവൈഡ് ബൈ 2 ആയിരിക്കും. നമുക്ക് ഇവിടെയാണ് മൊമെൻറ്റ് എടുക്കേണ്ടത്. മൊമെൻറ്റ് എടുക്കുമ്പോൾ എങ്ങനെയാണ്? ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ 2 ഇൻറ്റു 0.25 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ്, അതായത് 0.25 ഡിവൈഡ് ബൈ 2. ഓക്കെ, അതായത് ഈ ലോഡ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. 0.625 കിലോ ന്യൂട്ടൺ മീറ്റർ എന്നാണ്. ഇതിൻ്റെ സൈൻ എങ്ങനെയായിരുന്നു? നമ്മളെങ്ങനെയാണ് പഠിച്ചത്? നോക്കി, നമ്മുടെ ഈ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് ആണ് അല്ലേ. ഡൗൺവേർഡ് ഫോഴ്സാണ്. അപ്പോൾ ഈ ഒരു ഫോഴ്സ് കാരണം ഇവിടെ ഉണ്ടാകുന്ന ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുന്നത് ഹോഗിങ് ബെൻഡിങ് മൊമെൻ്റ് ആണ് അല്ലേ. ഫോഴ്സ് ഡൗൺവേർഡ് ആണ്. അപ്പോൾ ഹോഗിങ് ബെൻഡിങ് മൊമെൻ്റ് ആണ്. ഹോഗിങ് ആണെങ്കിൽ എന്താണ്? സിമ്പിൾ എങ്ങനെയാണ്? നെഗറ്റീവാണ് അല്ലേ. ഓർമ്മയുണ്ടല്ലോ അല്ലേ. ഹോഗിങ് ആണെങ്കിൽ സിമ്പിൾ എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ നെഗറ്റീവ് എന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഡി കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? ഡി എന്ന് പറയുന്ന പോയിന്റിൽ ബെൻഡിങ് മൊമെൻ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ഡിയുടെ റൈറ്റിലേക്കുള്ള ഫോഴ്സസ് ഏതൊക്കെയാണ്? 3 ഉണ്ട്, ഈ UDL ഉണ്ട്. 3 എന്ന് പറയുന്ന ഫോഴ്സ് ഡൗൺവേർഡ് ആണ്. ഫോഴ്സ് ഡൗൺവേർഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഹോഗിങ് മൊമെൻ്റ് ആണ്. ഹോഗിങ് മൊമെൻ്റ് ആണെങ്കിൽ സിമ്പിൾ നെഗറ്റീവ് ആയിരിക്കും, അത് മറക്കല്ല്. അപ്പോൾ ഇവിടെ നോക്കി, -3 ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ സിമ്പിൾ മനസ്സിലാവാത്തവർ കഴിഞ്ഞ വീഡിയോസൊക്കെ കാണുക കേട്ടോ. ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, അതായത് -3 ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ്, അതായത് 1 ആണ്. അടുത്തതായിട്ട് നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യുക പോയിന്റ് ലോഡായിട്ട്. അതും ഡൗൺവേർഡ് ആണ് അല്ലേ. ഡൗൺവേർഡ് ആണെങ്കിൽ
ഹോഗിങ് മൊമെൻ്റ് ആണ്, ഹോഗിങ് ആണെങ്കിൽ നെഗറ്റീവാണ്. മൈനസ് അടുത്തത് ഇതിനെ കൺവേർട്ട് ചെയ്യുക. 2 ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് അല്ലേ, യു ഡി എല്ലിനെ പോയിൻറ്റിലോട്ട് ആക്കുന്നു. 2 ഇൻറ്റു 1.25 1.25ലാണ് അത് ആക്ട് ചെയ്യുന്നത്. ഇൻറ്റു പിന്നെന്താണ്, ഇതിൻ്റെ മിഡിലായിട്ടായിരിക്കും ആ ഒരു പോയിൻറ്റിലോട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റു 1.25 ഡിവൈഡഡ് ബൈ 2. അത് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. അതായത് നമുക്ക് ഡി ബി എന്ന് പറയുന്ന ആ ഒരു ലെങ്ത്താണ് ഈ വരച്ചിരിക്കുന്നത്. ഈ ഡി ബിയിൽ എന്തൊക്കെ ലോഡുണ്ട്? 3 ഉണ്ട്. അപ്പോൾ ആ 3നെ ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുന്നു. നമുക്ക് യു ഡി എൽ ഉണ്ട്. യു ഡി എല്ലിനെ നമുക്ക് പോയിൻ്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ്? 2 ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് 1.25. പിന്നെ അത് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ഇതിൻ്റെ സെൻറ്ററിലായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് നമുക്ക് ഏകദേശം ഇവിടെ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ലോഡ് എത്രയാണ്? 2 ഇൻറ്റു 1.25 നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. അതിന് ആക്ട് ചെയ്യുന്ന എവിടെയാണ്? ഇതിൻ്റെ മിഡിലായിട്ടായിരിക്കും. അതായത് ഇത് 1.25 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.25 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ഇനി ഈ 3 കിലോ ന്യൂട്ടണും ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? നമുക്കറിയാം, അത് 1 ആണ് കേട്ടോ, അത് ഓർത്ത് വെച്ചോളൂ. അപ്പം ഇവിടുത്തുള്ള മൊമെൻ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഫസ്റ്റ് നമുക്ക് 3യുടെ നോക്കാം. എങ്ങനെയാണ്? 3 ഇത് രണ്ടും ഡൗൺവേർഡ് ആണ്. ഡൗൺവേർഡ് ആണെങ്കിൽ ഹോഗിങ് ആണ്, ഹോഗിങ് ആണെങ്കിൽ നെഗറ്റീവ് ആണ്. ഓർക്കുക. -3 ഇൻറ്റു ഇത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 1 ആണ്. പിന്നെ മൈനസ് 2 ഇൻറ്റു 1.25 അല്ലേ, ആ ലോഡ് 2 ഇൻറ്റു 1.25 എന്ന് പറയുന്ന ഈ ലോഡ് ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ്. അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ് അല്ലേ, 1.25 ഡിവൈഡഡ് ബൈ 2. ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കുറേ പ്രാക്ടീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊന്നും കൺവേർട്ട് ചെയ്ത് എഴുതേണ്ട കാര്യമില്ല. ഡയറക്റ്റ് നമുക്ക് നോക്കി തന്നെ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് -4.563 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഇനി അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ എ എന്ന് പറയുന്ന പോയിന്റിലെ മൊമെൻ്റ് കണ്ടുപിടിക്കുക. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ. അതായത് നോക്കി നമുക്ക് ഡയറക്റ്റ് ഒന്ന് എഴുതി നോക്കാം. നോക്കി, എ എന്ന് പറയുന്ന പോയിന്റിൻ്റെ റൈറ്റിലേക്കുള്ള ഫോഴ്സസ് നോക്കുക. 3 ഉണ്ട്, യു ഡി എൽ ഉണ്ട്. ഫസ്റ്റ് നമുക്ക് 3നെ എടുക്കാം. എങ്ങനെയാണ്? രണ്ട് ഫോഴ്സും ഡൗൺവേർഡ് ആണ് അല്ലേ. ഡൗൺവേർഡ് ആണെങ്കിൽ ഹോഗിങ് ആണ്, ഹോഗിങ് ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും സൈൻ. അപ്പോൾ -3 ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇത് നമ്മുടെ ഫോഴ്സ്. ഇനി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വെച്ചാൽ ഏതാണ്? ഈ ഡിസ്റ്റൻസ് ആണ് അല്ലേ. എ സി എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. അതായത് 1 + 0.25 1.25. അടുത്തത് ഇവിടുത്തെ യു ഡി എൽ ആണ് അല്ലേ. ഇപ്പോൾ യു ഡി എല്ലിനെ എന്ത് ചെയ്യണം? അത് മൈനസ് ആണ്, പോയിൻറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക. 2 ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് 1.25 ആണ് അല്ലേ. ഇൻറ്റു ഇനി ഡിസ്റ്റൻസ് വേണം, പെർപെൻഡിക്കുലർ. ഇത് നമ്മുടെ ഫോഴ്സ് മാത്രമേ ആയിട്ടുള്ളൂ. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം. അതായത് ഈ 1.25 ഇൻറ്റു 2 എന്ന് പറയുന്നത് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ഈ ടി ബിയുടെ മിഡിലായിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1.25 ഡിവൈഡഡ് ബൈ 2 അല്ലേ, പ്ലസ് ബാക്കി ഈ ഡിസ്റ്റൻസ് 0.25. അതെങ്ങനെയാണ് വരുന്നത് കാണിച്ചു തരാം. മനസ്സിലാവാത്തവർക്ക് വേണ്ടിയാണ്. നോക്കി, നമുക്കിവിടെ എ ബി എന്ന് പറയുന്ന ഈ ബീമുണ്ട്. ഡി ഇതാണ്, ഇത് നമ്മുടെ സി ആണ്. സിയിലാണ് 3 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഞാനിവിടെ നമുക്കൊരു കാര്യം വെച്ചാൽ ഫസ്റ്റ് ഈ എയിൽ 3 കാരണമുള്ള മൊമെൻ്റ് എടുക്കാം. എങ്ങനെയാണ്? ഡൗൺവേർഡ് ആയതുകൊണ്ട് നെഗറ്റീവാണ്, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 3 ഇൻറ്റു ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് പറഞ്ഞാൽ എ സി ആണ്. എ സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇത് 0.25 ആണ്, ഇത്രയും 1 ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതായത് 1 + 0.25 1.25. അടുത്തത് നോക്കി, അടുത്തത് നമുക്ക് ഇവിടെ ഒരു യു ഡി എൽ ഉണ്ട് അല്ലേ. ഇപ്പോൾ യു ഡി എല്ലിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്? പോയിൻ്റ് ലോഡായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യണം. അതെവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ഡി ബിയിലാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 2 ഇൻറ്റു ഡി ബി. ഡി ബി എന്ന് പറഞ്ഞാൽ 1.25. 2 ഇൻറ്റു 1.25 ആണ് ആ ലോഡ് അല്ലേ. 2 ഇൻറ്റു 1.25 ആണ്. അതെവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ഈ ഡി ബിയുടെ മിഡിലായിട്ടായിരിക്കും. അതായത് ഈ ഒരു പോയിന്റിലാണെന്ന് വിചാരിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതെന്താണ്? 2 ഇൻറ്റു 1.25 ആണ്. അത് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ഡി ബിയുടെ മിഡിലായിട്ടാണ് അല്ലേ. ഡി ബിയുടെ മിഡിൽ എന്ന് വെച്ചാൽ ഡി ബിയുടെ പകുതി. ഡി ബി എത്രയാണ്? 1.25 ആണ് അല്ലേ. 1.25. അപ്പോൾ ഇത് 1.25 ഡിവൈഡ് ബൈ 2, ഇത് 1.25 ഡിവൈഡ് ബൈ 2. നമുക്ക് എന്താണ്? ഈ ഒരു ഫോഴ്സ് ഇവിടെ ഉണ്ടാക്കുന്ന മൊമെൻ്റാണ് വേണ്ടുന്നത്. നമുക്കെങ്ങനെ എഴുതാം? അതിന് ബാക്കിയായിട്ട് എഴുതാം. ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് എന്ന് പറയുന്നത് 2 ഇൻറ്റു 1.25 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതാണ്? ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണ് അല്ലേ. ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസ്. അത് എത്രയാണ്? എ ഡി എന്ന് പറയുന്നത് 0.25 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണ്ടുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. അതായത്
ഇവിടെ മുതൽ ഇവിടെ വരെയുള്ളത്, അതായത് 1.25 ഡിവൈഡ് ബൈ 2 പ്ലസ് 0.25. ഓക്കെ, ഇൻറ്റു 1.25 ഡിവൈഡ് ബൈ 2 പ്ലസ് 0.25. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയാണ് ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. പിന്നെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -5.94 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് വരയ്ക്കുന്നത് എങ്ങനെയാണ്? ബേസ് ലൈൻ വരയ്ക്കുക. ഫസ്റ്റായിട്ട് ബേസ് ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് നമുക്ക് ഓരോ പോയിൻറ്റ്സും മാർക്ക് ചെയ്യാം. ബിയിൽ 0 ആണ്, സിയിൽ എത്രയാണ്? മൈനസ് ആണ് അല്ലേ. അപ്പോൾ ഇതിന് താഴേക്ക് വരും. -0.0625 ആണ്. അപ്പോൾ ഞാനിവിടെ കൊടുക്കുകയാണ്. അത്രയാണ് -0.0625 ആണ്. ഈ പോയിൻ്റ് എടുത്തു. അടുത്ത ഡിയിൽ -4.563. പിന്നെ ഇവിടെ കൊടുക്കുകയാണ് 4.563. അടുത്തത് എയിൽ എത്രയാണ്? 5.94 ആണ് അല്ലേ. അപ്പോൾ ഇതിനെല്ലാം ജോയിൻ ചെയ്യണം. എങ്ങനെയാണ് ജോയിൻ ചെയ്യുക? നോക്കി, ഇത് ഇവിടെ എന്താണ്? ഈ ബിക്കും സിക്കും ഇടയ്ക്ക് യു ഡി എൽ ആണ്. അപ്പോൾ ഒരു പാരാബോളിക് ഷേപ്പ് ആയിരിക്കും. സിക്കും ഡിക്കും ഇടയ്ക്കും യു ഡി എൽ ആണ്, പാരാബോളിക് ഷേപ്പാണ്. പിന്നെ എയ്ക്കും ഡിക്കും ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇതെന്താണ്? ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു സ്ട്രെയിറ്റ് ലൈനെ ഇങ്ങോട്ട് വരച്ചിടാം. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം? ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിടുക. ഇത് രണ്ടും എന്താണ്? പാരാബോളിക് ആണ്. ഇതെന്താണ്? ഇത് സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ അതിവിടെ മാർക്ക് ചെയ്തിടുക. പിന്നെ ഇവിടെ നെഗറ്റീവ് കൊടുത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.